ബിജെപിയിലെ ഫണ്ട് തിരിമറി വിവാദത്തിൽ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി അഞ്ജന ഉൾപ്പെടെയുള്ള ആരോപണ വിധേയരായവരെ മാറ്റി നിർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നടപടി RSS നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ്. തുക തിരിച്ചടച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും നിർദ്ദേശമുണ്ട്. നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. നൃപൻ, ഇതാ ബിജെപിയുടെ ഫണ്ട് തിരിമറി വീണ്ടും ചർച്ചയാകുമ്പോൾ അതിൽ കൂടുതൽ നടപടിയിലേക്ക് പോവുകയാണ് നേതൃത്വം. എന്തായാലും ബിജെപിക്ക് വലിയ നാണക്കേട്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും അക്ഷയ്, ബിജെപിയുടെ ഫണ്ട് തട്ടിപ്പിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറി നടന്നു എന്നതാണ് അവരുടെ ആഭ്യന്തരമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കർശന നടപടി വേണമെന്ന് RSS കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് വിവരം. സംസ്ഥാന ട്രഷറർ തന്നെ നടത്തിയ പരിശോധനയിൽ ഏകദേശം 12.5 കോടി രൂപയുടെ ക്രമക്കേട് പ്രാഥമികമായി തന്നെ കണ്ടെത്തി. നേരിട്ട് ക്രമക്കേട് കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടി ശുപാർശ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൗതുകകരമെന്ന് പറയുന്നത് കോടികളുടെ അഴിമതി കൊടി വാങ്ങിയതിലാണ് എന്നതാണ്. കേന്ദ്ര ബിജെപിയുടെ ദേശീയ സമിതിയാണ് സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൊടികൾ നൽകുക. അതിനുവേണ്ടി പ്രത്യേകം പണം പിരിച്ച് വാങ്ങുന്ന സ്ഥിതി ബിജെപിയുടെ സമീപകാല ചരിത്രത്തിലില്ല. അതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കൊടി വാങ്ങിയെന്ന വ്യാജമായി കണക്കെഴുതി ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP അഞ്ജന രഞ്ജിത്ത്, മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവർ ചേർന്നാണ് ഈ അഴിമതി നടത്തിയത്. ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജന 1,50,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നതാണ് കണക്കിൽ വ്യത്യാസം കാണുന്നത്. ഈ പണം അഞ്ജന അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്നതാണ് നിർദ്ദേശം. ഇത്രയും കാലത്തേക്ക് ഇവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിർദ്ദേശം RSS നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ 3 പേർക്കും, അഞ്ജനയ്ക്കും ഒപ്പം തന്നെ പാങ്ങപ്പാറ രാജീവും വിജയകുമാർ, പള്ളിപ്പുറ വിജയകുമാർ, ഇവർ 3 പേരും ഇവരുടെ ഔദ്യോഗിക പദവികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം തൽക്കാലം. അതിനുശേഷം ഈ പണം 1.5 കോടി രൂപയാണ്. അഞ്ജന ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവർ ബിജെപിയുടെ തിരുവനന്തപുരത്ത് ഇപ്പോഴുള്ള ഔദ്യോഗിക ഗ്രൂപ്പ് വന്ന ശേഷം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഈ അഞ്ജന വനിതാ നേതാവാണ്. മഹിളാ മോർച്ചയുടെ നേതാവായി സംഘടനാ രംഗത്ത് വന്ന ഒരാളാണ്. നേരത്തെ തന്നെ ഇവർക്കെതിരെ സഹകരണ ബാങ്കിൻ്റെ പണ ഇടപാടുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ 1.5 കോടി രൂപയുടെ തിരിമറി നടത്തിയിട്ടുള്ളത്. അക്ഷയ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നു. അത് കേരളത്തിൽ വാങ്ങിയെന്ന ബില്ല് വ്യാജമായി ചമയ്ക്കുന്നു. ഈ 3 നേതാക്കൾ ചേർന്നാണ് കൊടി വാങ്ങിയെന്ന തരത്തിൽ കോടികളുടെ അഴിമതി നടത്തിയത്. അത് ഇവിടെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ കണക്കുകളിൽ പലതരത്തിലുള്ള അപാകത കണ്ടെത്തി. സംസ്ഥാന ട്രഷററായിട്ടുള്ള PK കൃഷ്ണദാസാണ് പ്രാഥമികമായ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ തന്നെ ഗുരുതരമായ അഴിമതിയാണ് കണ്ടെത്തിയത്. ബിജെപിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറ്റൊരു സെക്രട്ടറിയും സംശയത്തിൻ്റെ നിഴലിലാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. ആകെ തിരുവനന്തപുരത്ത് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മാത്രം ഏകദേശം 12.5 കോടിയുടെ അഴിമതി നടന്നു എന്നതാണ്. ഇത് വ്യാജമായി ബില്ലുകൾ സമർപ്പിക്കുക, പലതരത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾക്ക് പ്രചരണങ്ങൾ നടത്താത്തതിൻ്റെ പേരിൽ തന്നെ പല കമ്പനികളിൽ നിന്ന് ബില്ല് വാങ്ങുക, ഈ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് കൈപ്പറ്റുക. അങ്ങനെ ഈ കൈപ്പറ്റിയ തുക ഇവർ തിരിമറി നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ബിജെപിയുടെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ്, പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ സമീപകാലത്ത് തിരുവനന്തപുരത്തെ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് MP അഞ്ജന രഞ്ജിത്ത്. ഒപ്പം തന്നെ മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പാങ്ങപ്പാറ രാജീവ്, ഇവർ 3 പേർക്കുമെതിരെയാണ് ഇപ്പോൾ പ്രാഥമിക നടപടി എടുത്തിട്ടുള്ളത്. സംഘടനയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ 1.5 കോടി രൂപ അടിയന്തരമായി അഞ്ജന പാർട്ടിക്ക് തിരിച്ചടയ്ക്കണം എന്നതാണ് നിർദ്ദേശം. ഒപ്പം തന്നെ RSS ഇക്കാര്യത്തിൽ കർശനമായി ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് പരാതിയും പോയിട്ടുണ്ട്. അക്ഷയ്.